എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണസദ്യ സ്പെഷ്യൽ വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. ഒരു തരി പോലും കയ്പില്ലാതെ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റിയ വളരെ സ്വാദേറിയ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് ചെയ്യുമ്പോഴാണ് നാരങ്ങയുടെ കയ്പ് ഒന്ന് കുറഞ്ഞു കിട്ടുന്നതും. ഇനി നല്ല വെട്ടി തെളിക്കുന്ന വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വാടി വരുന്ന വിധത്തിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതിന്റെ തോലൊന്നും പൊട്ടിപ്പോകാതെ വേണം വാട്ടിയെടുക്കാനായിട്ടും. ഇനി വാട്ടിയെടുത്ത നാരങ്ങയുടെ തോലിൽ നിന്നും വെള്ളമെല്ലാം ഒന്ന് ഉപ്പി മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലെ കുരുകളും ഇതിനുള്ളിലെ ആ ഒരു പാടഭാഗവും മാറ്റേണ്ടതാണ്. ഇതൊക്കെ എടുത്തു മാറ്റുമ്പോൾ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാറിന് കയ്പ് വളരെ തന്നെ കുറവായി കിട്ടും. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാരങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ കായവും ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചുകൂടെ വെക്കണം. ചേരുവകളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കായ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കായം മൂത്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഉലുവയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവ രണ്ടും നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചുകൂടെ വെക്കണം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ചേരുവകളെല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ നാരങ്ങ നല്ലപോലെ തന്നെ ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ നാരങ്ങ അച്ചാറിന്റെ കയ്പൊന്ന് മാറിക്കിട്ടാനായിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അവിടെ തന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ നാരങ്ങ അച്ചാറിന്റെ പുളിപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടും. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയും കായവും കൂടി ചേർത്തിട്ടുള്ള പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.